നല്ലൊരു ക്രിസ്മസ് ആയിട്ട് രാവിലെ തന്നെ കുളിച്ച് കുറേ തൊട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോയി. ഏകദേശം ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ എന്തായിരിക്കും പരിപാടി എന്നുള്ളത്. ആ പ്രതീക്ഷ അക്ഷരാർത്ഥത്തിൽ തെറ്റിക്കാതെയുള്ളൊരു പടം വൃഷഭം. വെൽക്കം ബാക്ക് ടു ജോട്ടേസ് പി കെ. 2025 ശരിക്കും ലാലേട്ടൻ്റെ ഒരു ഗംഭീര വർഷമായിരുന്നു. ആയിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഞാൻ പെട്ടെന്നൊന്നും ആ ഒരു സംഭവത്തിലേക്ക് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒന്നും പറയാനില്ല എന്ന് പറയാറുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ലാലേട്ടാ, ഇതുപോലൊരു സാധനത്തിൽ നിങ്ങൾ കയറിയിരുന്നല്ലോ, നിങ്ങളിത് തീർത്ത് കൊടുത്തല്ലോ, നിങ്ങൾ ഈ സാധനം തിയേറ്ററിൽ ഇറക്കാനുള്ള പെർമിഷൻ കൊടുത്തല്ലേ. എൻ്റെ പൊന്ന് ലാലേട്ടാ, ചിരി എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സങ്കടത്തിൻ്റെ ആ ഒരു പാരമ്യത ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഓവർഫ്ലോ ആണ് ഇപ്പോൾ ഈ ചിരി. കാരണം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. ഗംഭീര സിനിമയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഈ ഒരു ട്രെയിലറൊക്കെ കഴിഞ്ഞിട്ട് പോകണം. എന്നാലും നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. എൻ്റെ പൊന്നെ, 2 കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. 2 കാലഘട്ടങ്ങൾ, കുറേ കഥാപാത്രങ്ങൾ. മോഹൻലാലിൻ്റെ ഒരു മോനും. ഈ മോഹൻകാരുവിൻ്റെ പേര് സമർജിത്ത് ലങ്കേഷ്. ഈ ചെങ്ങായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ചെങ്ങായിയാണ്. കാരണം ഈ പടത്തിൽ ഈ മനുഷ്യനും ഉണ്ട് കുറേ ത്രൂ ഔട്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ സിനിമ ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ ഒരു 5 മിനിറ്റ്, ഈ 5 മിനിറ്റിനകത്ത് ചെറിയൊരു കുതിരസവാരിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം നല്ല നീറ്റായിട്ട് പാടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കഥയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം ഇത് ഏത് രീതിയിലായിരിക്കും ഇവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത് ഞാനിങ്ങനെ നോക്കുകയാണ്. കാരണം ഈ പടത്തിൻ്റെ ബജറ്റ് 200 കോടി എന്നൊക്കെയാണ് പറയുന്നത്. ഈ പടത്തിന് 200 കോടി നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മറ്റേ പ്രശാന്ത് നീലൊക്കെ ഉണ്ടല്ലോ, കാരണം 125 കോടിക്ക് എങ്ങാണ്ടാണ് KGF ഫസ്റ്റ് പുള്ളിക്കാരൻ ഇറക്കിയത്. പുള്ളീനെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കണം. കാരണം എന്താണ് അത്, തുടക്കത്തിൽ കുറേ AI ഉണ്ട്. അതായത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായും ചെയ്ത് പക്ക AI ആണ്, AI റൺ ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണെന്നുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വേണ്ട സീനുകളുണ്ട്. ഈ സീനുകളിനകത്തൊക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഈ ആളുകളെ വെച്ചിട്ട് ഇവർ കുറേ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം ക്യാമറ ആംഗിളുകളും ഷോട്ടുകളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. പിന്നെ തുടക്കത്തിൽ വൻ ദാരിദ്ര്യമാണ്. കാരണം ഇവരുടെ കോസ്റ്റ്യൂംസ് കാണുമ്പോഴും പിന്നെ ഇവരുടെ മേക്ക് ഓവർ കാണുമ്പോൾ ലാലേട്ടൻ്റെ വിഗ്, അതായത് ലാലേട്ടൻ്റെ അടുത്ത് ഇവരൊരു ആ ഒരു പഴയ കഥാപാത്രം, ആ രാജാവിൻ്റെ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു വിഗ്, ആ വിഗിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു പെർട്ടിക്കുലർ സീനിനകത്തൊക്കെ മൂപ്പര് ഏതോ ഒരു വേറെ തന്നെ വിഗൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നെ അതിൻ്റെ ആ പടത്തിലേക്ക് വരുമ്പോൾ സാധാരണ ലാലേട്ടൻ ബിഗ് ബോസിൽ വരുന്ന ലാലേട്ടൻ്റെ ആ ഒരു വിഗിൻ്റെ സൈഡിൽ 2 ഈ കറുത്ത സാധനം തൂക്കിയിട്ടൊക്കെ ഉണ്ടാവും, പക്ക ഡിറ്റോ, അത് തന്നെയാണ് സാധനം. ഇതാണ് ലാലേട്ടൻ്റെ അപ്പിയറൻസ്. പിന്നെ കോസ്റ്റ്യൂംസ് എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ദാരിദ്ര്യം നമുക്ക് അതിൽ പടത്തിൽ, കാരണം ലോ ബഡ്ജറ്റ് എന്നുള്ള സാധനം നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുത്തെറിയുന്ന രീതിയിലുള്ള ഒരു കെട്ടുമട്ട് പരിപാടികളാണ് ഇതിനകത്ത്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഒന്നും കംഫർട്ടബിൾ അല്ല. കാരണം അവർ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിനുള്ളിലേക്ക് അവർ കയറിയിട്ടുണ്ട്. നമുക്ക് ഒരു രീതിയിലും തോന്നാത്ത രീതിയിലുള്ള പെർഫോമൻസുകൾ. പിന്നെ നാടകീയതയുടെ ഡയലോഗ്സ്, പ്രത്യേകിച്ച് ഞാൻ മലയാളമാണ് കണ്ടത്. മലയാളം ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ ആ ഒരു പാരന്റ് ലാംഗ്വേജ് കണ്ട അത്രയും പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അൺസഹിക്കബിളായിരുന്നു ഡയലോഗുകളൊക്കെ നമ്മൾ കണ്ടിട്ട്. ശരിക്കും ഒരു 2 മണിക്കൂർ 7 മിനിറ്റുള്ള സിനിമ നമ്മൾ ആ പടം കാണുന്നതിടയ്ക്ക് ഒരു 25 പ്രാവശ്യങ്ങളിൽ ഞാൻ എൻ്റെ ഫോൺ നോക്കിയിട്ട് കഴിയാൻ സമയത്തുണ്ടെന്നുള്ള അതിൽ തന്നെ ഞാൻ ഇത്രത്തോളം ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ അത്രയൊക്കെ പോരെ, ഒരു ക്രിസ്മസ് ആയിട്ട് അപ്പുറത്തേക്കൊന്നുമില്ല. ശരിക്കും കഴിഞ്ഞ കുറച്ച് ക്രിസ്മസ് കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു 2024 ബറോസ് പപ്പ വന്ന് ക്രിസ്മസ് ആകെ കുളം തോണ്ടി കൈ തന്ന്. 2025 ക്രിസ്മസ് വിജയേന്ദ്ര വൃഷഭ വന്ന് കുളം തോണ്ടി. 2026 ക്രിസ്മസ് എങ്കിലും എൻ്റെ പൊന്ന് കാലഘട്ടം. നിങ്ങൾ ഇത്രയും നല്ലൊരു വർഷം ആയിട്ട് ഇതിങ്ങനെ കൊണ്ട് എൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറേ ആളുകൾ ഇപ്പോൾ ഈ സിനിമയിലെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുക കേട്ടോ. ഇതിൻ്റെ ഡയറക്ടർ നന്ദകിഷോറാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ കൂടെ സിനിമാറ്റോഗ്രഫി ആൻ്റണി സാംസൺ, എഡിറ്റഡ് ബൈ KM പ്രകാശ്, മ്യൂസിക് സാംഷിയസിൻ്റെ വർക്ക് ഒരു ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗംഭീരമായിട്ടുള്ളൊന്നും ഒരു സാധനം അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സൗണ്ടൊക്കെ ഗംഭീര ആളുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആര് നമ്മളെ റസൂൽ പുക്കുറ്റിയൊക്കെയാണ് സൗണ്ടൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, സാധനം ഇതായിപ്പോലെ ഇത്
ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ട്. എനിക്ക് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായിട്ടില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, പടം പൊട്ടി.